ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ ഉറക്കെ വായിക്കാമോ? മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു, തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. നിങ്ങൾ ബൈബിളൊക്കെ അടയാളപ്പെടുത്തിയിടുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ അടയാളപ്പെടുത്തിയിടണം കേട്ടോ. അത് പൗലോസിലേക്ക് ബോധം കിട്ടുകയാണ്, ഞാൻ എന്തിനാ ജനിച്ചത്. ഞാൻ ജനിച്ചപ്പം മുതൽ കർത്താവിന്റെ കരം എൻ്റെ മേലുണ്ട്. ഞാൻ മാതാവിന്റെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ കർത്താവ് എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് തന്നെ വിളിച്ചു. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സങ്കടത്തിൽ വളരെ ലോക്കലായിട്ട് വളരെ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു സംഭാഷണത്തിൽ പറയും, എന്തിനായിരുന്നോ ഈ ജന്മം. നമ്മുടെ പഴയ നിയമത്തിൽ ജോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. സങ്കടത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ജോബ് പൊട്ടിത്തെറിച്ച് കരയുന്നുണ്ട്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ, എൻ്റെ അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടായെന്ന വാർത്ത ലോകം കേട്ട ആ ദിവസം ഇല്ലാതാവട്ടെ. എന്നുവെച്ചാൽ ചിലപ്പോൾ വലിയ വേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേരൻസിനോട് പോലും ചോദിക്കും, ജനിച്ചപ്പോഴേ അങ്ങ് ഞെക്കിപ്പിഴിഞ്ഞ് കൊന്നാ പേരായിരുന്നോ, എന്നിട്ട് വേണം അവർ ജയിലിൽ പോകാൻ. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മാത്രം ഈശോ പറയുന്ന ഒരു സുവിശേഷം പൗലോസിയുടെ നാവിലൂടെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു, കൃപയോടെ നിന്നെ ഞാൻ വിളിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ.